മണിക്കെതിരായി. ഓ എന്തൊരു പറയാൻ. ആ എന്തൊരു പറ്റി? എൻ്റെ ഒരു ഫ്രണ്ടിനെ വീട് പണി ഏൽപ്പിച്ചു. അവൻ വന്ന് ഒത്ത മധ്യത്തിൽ കന്നിമൂലയിൽ കൊണ്ടുവന്ന് കിണറും വെച്ച് തന്നിട്ട് പോയി. ഭാഗ്യം, കന്നിമൂരിയിൽ കക്കൂസ് വെച്ചില്ലല്ലേ. അവസാനം കരിക്കകത്തെ ഒരു കോൺട്രാക്ടറെ പണി ഏൽപ്പിച്ചു. 2800 സ്ക്വയർ ഫീറ്റിന് കോൺട്രാക്റ്റ് വെച്ച് പണി തുടങ്ങി. മൊത്തം 75 ലക്ഷം രൂപ വാങ്ങിച്ചു. എന്നിട്ട് സ്ട്രക്ചർ തീർത്താ എവിടെ? അവസാനം ഒരു ഗുണം ചെയ്ത് 2800 സ്ക്വയർ ഫീറ്റിന് 4500 സ്ക്വയർ ഫീറ്റ് ആക്കി തന്നു. അവസാനം 8 ഇഞ്ച് കല്ല് വെച്ച് കെട്ടേണ്ടടുത്ത് 6 ഇഞ്ച് കല്ലും വെച്ച് കെട്ടി തന്നിട്ട് പോയി. ഓ ഞാൻ അത് കണ്ടല്ലോ, റൂഫിൻ്റെ ഹൈറ്റും താത്തല്ലേ കിട്ടിയത്. ഓ അവസാനം ഇവിടെ ഉള്ളവന്മാരൊന്നും ശരിയാവില്ലെന്ന് വിചാരിച്ച് വടക്കീന്ന് ഒരുത്തനെ കൊണ്ടുവന്നു. വടക്കെന്ന് പറഞ്ഞാൽ ഒന്നും പറയണ്ട, മലബാറിൽ നിന്ന്, കോഴിക്കോടിൽ നിന്ന്. കോഴിക്കോട് അപ്പം പറ്റിക്കില്ലല്ലേ. അവനാണ് ഗജ ഫ്രോഡ്. ബില്ലും കോൺട്രാക്റ്റും പോലും തരാതെ മൊത്തം ഊറ്റിയിട്ട് പോയി. എങ്ങനെ? അവൻ വലിയ ആർക്കിടെക്റ്റാണ് പോയി. അവനെ കൂട്ടാ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടിയും കൊണ്ടുപോകണം. അത് കഴിഞ്ഞ് അവൻ്റെ പണിക്കാർക്ക് വീട് വാടകയ്ക്ക് എടുത്തു കൊടുത്ത്, അവന്മാർക്ക് ഭക്ഷണം വയ്ക്കാൻ ഗ്യാസ് കുറ്റിയും ഗ്യാസ് അടുപ്പും വാങ്ങിച്ചു കൊടുത്ത്. എന്തിന്? പണിക്കാർക്ക് അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് പോകാനും എൻ്റെ വക സ്കൂട്ടർ, അത് ചിലവ് വേറെ. ഓ അതാണല്ലോ ഇത്. അല്ല കറക്റ്റ് ബില്ലും കോൺട്രാക്റ്റും തരാമെന്നും പറഞ്ഞ് സ്ട്രക്ചർ ഡിഫക്റ്റ് തീർക്കാൻ പണി തുടങ്ങി. അതിന് 20 ലക്ഷം വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് പറയാണ് നിലമ്പൂർത്തേക്ക് വാങ്ങിത്തരാമെന്നും പറഞ്ഞ് എനിക്ക് എൻ്റെ നിന്ന് 10 ലക്ഷം വാങ്ങിച്ചു. കൂടാതെ ഇൻഡസ്ട്രിയൽ വർക്ക്, പ്ലൈവുഡ് വർക്ക്, സീലിംഗ് വർക്ക്, പ്ലംബിംഗ് വർക്കിനെല്ലാം കൂടെ വീണ്ടും 10 ലക്ഷം വാങ്ങിച്ചു. അങ്ങനെ മൊത്തം 40 ലക്ഷം ഊറ്റി. അപ്പം മൊത്തം 40 ലക്ഷം. എന്നിട്ട് അയാൾ വീട് പണി തീർത്ത? എവിടെ? 2800 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് അവസാനം അങ്ങേര് 5500 സ്ക്വയർ ഫീറ്റ് ആക്കി തന്നിട്ട് പോയി. ചുമ്മാതല്ല, കോൺട്രാക്ടർ മാമനായിരുന്നാലും കൊച്ചനായിരുന്നാലും കുടിച്ച കഞ്ഞി ചോദിക്കരുത്. അവസാനം എന്തിനായി? അവസാനം പോലീസ് സ്റ്റേഷനിലും കോടതിയിലുമായി. കഷ്ടം തന്നെ, ഒടിയ വഞ്ചന. നീ ഒരു കാര്യം ചെയ്യും, ലൈഫ് മിഷനിൽ പേര് കൊടുക്കും. എന്നിട്ട് വേണം എൻ്റെ ലൈഫ് കൂടി കോഞ്ഞാട്ടം അടിക്കാൻ.